ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എങ്ങനെ ഈസിയായി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം എന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ അരക്കപ്പ് മൈദയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കുറഞ്ഞ ഫ്ലെയിമിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അപ്പുറം ഇപ്പുറം ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ 6 കഷ്ണം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒരു 3 വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 4 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിലും ഒഴിച്ച് ഉള്ളിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെക്കാം. മോളെന്ന് നോക്കി വന്നപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ കരിഞ്ഞു പോയി. സാരില്ല, കാരണം ലക്ഷ്യമാണല്ലോ മുന്നോട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ മസാലകൾ ഇടണമെന്ന് നമ്മുടെ ഇഷ്ടമാണ്. എന്തൊക്കെ ഇടാൻ തോന്നുന്നു അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിച്ചപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ അതില്ലാത്തതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞിട്ടില്ല. നമ്മൾ ഈസി വേണമല്ലോ നോക്കുന്നത്. പിന്നെ ദോശ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്ത് ഇളക്കി മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പാത്രം ഉണ്ടല്ലോ, ഇതെനിക്ക് അപ്പുറത്ത് റൂമിലുള്ള ഒരു പെൺകുട്ടി തന്നതായിരുന്നു. അവളെ കല്യാണമായപ്പോൾ നാട്ടിൽ പോവാണ്. അപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാക്കിക്കൊള്ളിട്ടാന്ന് പറഞ്ഞ് അതെനിക്ക് തന്നോളൂ പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു സഹായമായി. പിന്നെ ഇത് ഗ്യാസിലേക്ക് വെക്കുന്നതിന് മുന്നേ പാനിലേക്ക് ഓയിൽ പുരട്ടി നമ്മുടെ ദോശ ഇതുപോലെ മുട്ടയിലേക്ക് മുക്കി മേലെ ചിക്കൻ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 3 ലെയറാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ചൂടായ ഒരു പാനിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ബാക്കി വന്ന മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം തിരിച്ചും ഇട്ട് കൊടുത്ത് അതേപോലെ വേവിച്ച് മൂടി വെക്കാം. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ ആർഭാടൊന്നുമില്ലാതെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നെപ്പോലെ സിമ്പിൾ വഴി നോക്കുന്നവർക്ക് പറ്റിയ വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.